മോളെ, നീ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല ഏട്ടത്തി. ആതിര എന്നിൽ നിന്ന് ഇപ്പോഴും അകന്ന് നിൽക്കുന്നത്. അകന്ന് നിന്നാ നീ അടുപ്പിക്കണം. എടാ, ചുമ്മാതല്ല, നീ ഒരു മണുകുണാഞ്ചനാന്ന് നാട്ടുകാരൊക്കെ പറയുന്നേ. എടാ, സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും കാണും. അതിന് നിങ്ങൾ തന്നെ പരിഹാരം കാണണം. ഇന്നിവിടെ വന്നത് നിനക്കും ആതിരയ്ക്കും വിവാഹത്തിന് വേണ്ട ഡ്രസ്സുകൾ വാങ്ങാനാ. സന്ധ്യയും അബ്ദുൽ ഖാദറും ഒന്ന് കോൾ ചെയ്ത് പറയേണ്ട സമയം മാത്രമേ നിങ്ങളുടെ വിവാഹത്തിനുള്ളൂ. ഇന്നെങ്കിൽ ഇന്ന്, നാളെങ്കിൽ നാളെ. പിണങ്ങിയിരിക്കുന്ന രണ്ടുപേരും എങ്ങനെയാടാ വിവാഹം കഴിക്കുന്നത്? എനിക്ക് പിണക്കൊന്നുമില്ല സച്ചേട്ടാ. ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് കുറച്ച് തന്റെ അടുത്തിന് കുറവുണ്ട്. അതോർക്കുമ്പോഴുള്ള ദേഷ്യം എനിക്ക്. അത് തന്റെ അടുത്തിന് കുറവല്ല ആതിരെ, ഓരോ അവസ്ഥയാ. ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതിപ്പോഴേ അങ്ങ് മാറ്റിയേക്ക്. എന്നിട്ട് വിവാഹത്തിന് തയ്യാറാവണം നിങ്ങൾ രണ്ടുപേരും. അവിടെ നിൽക്ക. വിളിക്കുന്നവരെവിടെയും പോലും ഇവിടെ തന്നെ ഉണ്ടാവണം. സച്ചി, സച്ചി എന്താ ഇവിടെ? ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണോ? അതെ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. അർച്ചന വന്നില്ലേ? അർച്ചന സച്ചിയുടെ പോവാം. ഏട്ടത്തിയോ? നാളെ സച്ചിന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അവിടെ പോകാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? സച്ചിന്റെ ഫ്രണ്ട്സിനൊക്കെ അവൻ തീർത്തേക്ക് അറിയോ? അതില്ല, കുറെ പേരൊക്കെ അറിയാം. എന്നാ എടുത്തേക്ക് അറിയാൻ വഴിയില്ലാത്തൊരു ഫ്രണ്ടിന്റെ വിവാഹം. ഞാനും കൂടി ചെല്ലണമെന്ന് സച്ചേട്ടനൊരു വാശി. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു. എടുത്ത് എന്താ ഇവിടെ? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാ. അപ്പോ നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ. വാ സച്ചേട്ട.
അർച്ചന, അവരെവിടെ? ദേ അവിടെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. സച്ചേട്ടൻ വാ. ആ. എന്താ ആരും ഒന്നും പറയാത്തത്? അവര് വന്ന് പെണ്ണിനെ കണ്ടു, അവർക്ക് ഇഷ്ടാവുകയും ചെയ്തു. അതവരെന്നെ വിളിച്ചു പറഞ്ഞു. ഇനി ഒരു ഡേറ്റ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാ അവർക്ക് കാര്യങ്ങൾ നീക്കി തുടങ്ങാന്നും പറഞ്ഞു. അതുമോളെ പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറഞ്ഞ അതിനുള്ള പണം നമ്മുടെ കൈ വേണ്ടേ? അതിനവര് നമ്മളോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. അവര് ചോദിച്ചില്ല എന്ന് കരുതി ഇവളെ വെറുതെ അങ്ങ് ഇറക്കി വിടാൻ പറ്റുമോ? നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ? വഴിയൊക്കെ ഉണ്ട്. പറഞ്ഞാ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നേ ഉള്ളൂ. എന്തു വഴിയാ? നെല്ലിശ്ശേരിയിലെ അവന്തിക ഇവിടെ വന്ന് പറഞ്ഞതല്ലേ അവരെ ഈ വിവാഹം നടത്തി തരാന്ന്. ഈ ആത്മാഭിമാനം ഒന്ന് മാറ്റിവെച്ച് ഒരു ഫോൺ കോൾ ചെയ്താ പോരെ? ആവശ്യമുള്ള പൈസ ഈ വീട്ടുമുറ്റത്തെത്തും. ആ സഹായം ഇവിടെ ആർക്കും വേണ്ട. ആ, ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. മുടക്ക് വർത്താനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും പറഞ്ഞു. അല്ലെങ്കിൽ ആത്മാഭിമാനമാണല്ലോ വലുത്. അതെ, അത് തന്നെയാ വലുത്. നെല്ലിശ്ശേരിക്കാരുടെ കാരുണ്യത്തിലെ എന്റെ സഹോദരിക്ക് ഒരു വിവാഹം വേണ്ട. ഇത് അർച്ചനയുടെ കാര്യത്തിൽ കണ്ടില്ലല്ലോ. അന്നെന്താ ആർക്കും ആത്മാഭിമാനം ഇല്ലായിരുന്നോ? ചില പ്രത്യേക കാര്യങ്ങളിൽ അഭിമാനം, അതുകൊള്ളാം. മീരെ, അർച്ചനയുടെ കാര്യത്തിൽ ഇതായിരുന്നില്ലല്ലോ സ്ഥിതി. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. തന്നവർക്കെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നെല്ലിശ്ശേരിക്കാർക്ക് കൊടുത്തിട്ടും വാങ്ങിച്ചില്ല. അങ്ങനെയുള്ളപ്പോ വീണ്ടും വീണ്ടും അവരുടെ നമ്മൾ എങ്ങനെയാ വാങ്ങുന്നേ? അത് മാത്രമല്ലമ്മേ, അവന്തിക ഇവിടെ വന്ന് അങ്ങനെ പറഞ്ഞത് ആതിരെ വേഗം സന്ദീപിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കാവുന്ന. പിന്നെ അവരുടെ അനീതിയുമായുള്ള വിവാഹം അവർക്കങ്ങ് നടത്താമല്ലോ. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന അവരുടെയൊക്കെ വിചാരം. പണം മാത്രമേ ഇത്തിരി കുറവുള്ളൂ. സാമാന്യ ബോധമൊക്കെ ഇവിടെ ഉള്ളവർക്കുണ്ട്. അങ്ങനെ അവരിപ്പോ എന്റെ പെങ്ങളെ ഒഴിവാക്കണ്ട. ഈ വിവാഹം ഞാൻ നടത്തിക്കോളാം. നാളെ ആരാന്ന് വെച്ചാൽ പോയി ജാതകം നോക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. പൊരുത്തം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, ഇത് നടത്താം. നീ അവരോട് പറ, 2 ദിവസത്തിനകം നമ്മളൊരു ഡേറ്റ് പറയാമെന്ന്. മീരെ, അനൂപിനെ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വലിയൊരു കടക്കണിയിലേക്ക് അവൻ വീണ്ടും ചെന്ന് തലവെക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ചുകൂടി സാവകാശം തരാൻ നീ അവരോട് വിളിച്ചു പറ. പറഞ്ഞു നോക്കാം. ഇവളെ കെട്ടിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ എല്ലാവർക്കും. നീ ഇനി ഓരോന്നും മോനെ വെച്ച് സംസാരിക്കണ്ട. സ്ഥലം പണയപ്പെടുത്തി ഒരു ലോൺ എടുക്കണം. അതിനുള്ളൊരു സാവകാശ മാഷ് പറഞ്ഞത്. നീ എന്താ മോളൊന്നും മിണ്ടാത്തത്? നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ? ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് ഇവിടെ വല്ല കാര്യമുണ്ടോ? അച്ഛന്റെ അമ്മയുടെയും ആത്മഹത്യാ ഭീഷണി, ഏട്ടന്റെ വാശി, മറ്റുള്ളവർക്ക് ഞാൻ പുറനിറഞ്ഞു നിൽക്കുന്നതിന്റെ ആദ്യം വെപ്രാളവും. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് പറയാനാ? ശരി, ഞാൻ പറയാം. എന്നെ അന്ന് ഇവിടെ കാണാൻ വന്ന ആള് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാ. ഈ വിവാഹവും പൈസയ്ക്ക് വേണ്ടി തന്നെയാ. ഒരു ഭൂലോക ഫ്രോഡാവൻ. അങ്ങനെ ഞാൻ പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. ഞാനിത് മുടക്കാൻ നോക്കുവാണെന്നല്ലേ നിങ്ങൾ എല്ലാവരും പറയൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിക്ക. എന്നിട്ട് എന്നോട് പറയേ, ഞാൻ കാരണം ഇനി കടപ്പാടിന്റെ പേരില് ആരും ആത്മഹത്യ ചെയ്യണ്ട. എന്റെ വിധി എന്താണെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാ മതി. ഒന്ന് നിന്നേ. നീ ഈ വിവാഹം മുടക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുന്ന എനിക്ക് അറിയായിരുന്നു.
ആ തങ്കം പോലത്തെ പയ്യൻ ഫ്രോഡാണെന്ന്. ഇതൊക്കെ നിന്റെ അടവല്ലേടി? തങ്കം പോലത്തെ പയ്യൻ. എനിക്ക് ഒന്നാമത് ഏട്ടത്തിയോട് ഒരു വഴക്കിന് താല്പര്യമില്ല. ഏട്ടത്തിയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെ ഏട്ടത്തിയുടെ അറിവിലേക്ക് കഴിഞ്ഞ ഒരു കാര്യം പറയാം. ആരെതിർത്താലും ശരി, സന്ദീപിനെ ഞാൻ വിവാഹം കഴിക്കും. അനൂപേട്ടനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതിന്റെ ഇടയിൽ എന്റെ നല്ലതിനെന്നും പറഞ്ഞ് എടങ്കോലിടാൻ വരാതിരുന്നാ മതി. അതുകൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അവസാനം എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അത് ഞാൻ അപ്പ പറഞ്ഞോളാം. മാഷേ, സന്ദീപേ, എന്താ എടുത്തി? ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നേ ഉള്ളൂ. നാളെയാണ് നിന്റെ ആതിരയുടെയും വിവാഹം. നീ പൂർണ്ണ മനസ്സോടെ ആണല്ലോ അല്ലേ? അതെന്താ എടുത്തി അങ്ങനെ ചോദിച്ചത്? കാര്യത്തോടടുക്കുമ്പോഴേക്കും എന്തെങ്കിലും കുറ്റബോധം നിനക്കുണ്ടോയെന്നറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല എടുത്തി. പൂർണ്ണ മനസ്സോടെ തന്നെയാ ഞാൻ ഇതിനെ സമ്മതിച്ചത്. പിന്നെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ആതിരയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അത് നടക്കാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. വലിയ ആഡംബരവും ആഘോഷങ്ങൾക്കൊക്കെ അപ്പുറം ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതാ പ്രധാനം. അത് ഏത് രീതിയിലായാലും നടന്നാ മതി. പിന്നെ ഇപ്പൊ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. എല്ലാം ഒത്തുവരുമ്പോ അച്ഛനെയും മറ്റുള്ളവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി നിന്റെ ഇഷ്ടം പോലെ നടത്താം. പിന്നെ നീ എപ്പോഴെങ്കിലും ചെന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം. നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തന്നെ കാരണം അച്ഛനല്ലേ? നീ അനുഗ്രഹം വാങ്ങുന്നത് അച്ഛൻ അറിയണമെന്നൊന്നുമില്ല. നിന്നെ ഈശ്വരൻ കാണുന്നുണ്ടല്ലോ, അത് മതി. എടുത്തി, നാളെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടായാലും നമ്മൾ അതിനെ മാറ്റും. നീയും ആതിരയും കാത്തിരുന്ന ദിവസം നാളെ തന്നെയാണ്. ഇനി ആര് വിചാരിച്ചാലും അതിനെ തടസ്സപ്പെടുത്താനും ആവില്ല. ഏട്ടത്തിയുടെ ഉറപ്പ് മതി. ഇതറിഞ്ഞപ്പോൾ മുതൽ കൂടെ നിന്നതിനും ഞങ്ങൾ ഇത്രമേൽ സഹായിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹം അത്രയ്ക്ക് ആഴത്തിലുണ്ടായതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഇത് നടക്കും. പിന്നെ ഇതിനിപ്പോ ഞാനൊരു കാരണമാവുന്നേ ഉള്ളൂ. സന്ദീപിനെ ആതിരെ ഒരുമിപ്പിക്കാനുള്ളത് എന്റെ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുക. അത് ഞാൻ ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടെയാ ആതിര നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നാളെ ഒരു സമയം ഒരു കാരണം കൊണ്ടും നീ അവളെ ഒറ്റപ്പെടുത്തരുത്. അങ്ങനെ വന്നാ ഇത് നമ്മുടെ ഇഷ്ടത്തിന് നടത്തുന്നതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലെന്ന് വരും. ഇല്ല എടുത്തി, നല്ലപോലെ ആലോചിച്ച് ഞാൻ ആതിരയെ സ്നേഹിച്ചതും ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നതും. എൻ്റെ ജീവനുള്ള കാലത്തോളം ഞാൻ ആതിരയോടൊപ്പം ഉണ്ടാവും. അവളുടെ പ്രതീക്ഷകൾക്ക് ഒരിക്കലും അങ്ങനെ ഏൽക്കില്ല. ഇതെന്റെ വാക്കാണ്. ഏട്ടാ, ആതിര, നാളെ രാവിലെയാണ് രജിസ്റ്റർ മാരേജ്. ഇത് എത്രയും വേഗം നടത്തണം നമുക്ക്. നാളെ രാവിലെ 9 മണി കഴിയുമ്പോൾ ആതിര വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അവിടെ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. വീടിന്റെ കുറച്ചപ്പുറത്തായി ഡോക്ടർ സന്ധ്യയും അബ്ദുൽ ഖാദറും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരോടൊപ്പം താൻ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നാൽ മതി. ആതിര ഓക്കെ അല്ലേ? വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ?
ഞാൻ ഓക്കെയാണ് സച്ചേട്ടാ. ഇന്ന് രാവിലെ എത്തിക്കോളാം. നാളെ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും. അതാ രാവിലെ അർച്ചനോടെ ഒന്ന് വിളിക്കും. പിന്നെ ഒരു കാരണവശാലും ഇത് വേറെ ആരും അറിയരുത്. എങ്കിൽ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മയും അച്ഛനെയും ഒക്കെ നാണം കിടത്തിയിട്ട് ആദ്യം എങ്ങും പോവില്ല. വിശ്വാസമില്ലാത്തോണ്ടല്ല മോളെ. ഈ കാലത്ത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാ. അതൊന്നും നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് നീ ഒരു അമ്മയാവണം. കുറെ നാളായിട്ട് നിന്നെ സന്തോഷത്തോടെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിന്റെ വിഷമത്തെക്കാൾ ഇരട്ടിയാണ് ഞങ്ങളുടെ വിഷമം. അവൻ്റെ വീട്ടുകാരുടെ അനുവാദമൊന്നും അവൻ വാങ്ങണമെന്നില്ല. എന്നോട് വന്ന് പറയേണ്ടതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടത്തി തന്നേനെ നിങ്ങളുടെ വിവാഹം. രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. എന്നെക്കുറിച്ചും എൻ്റെ വിവാഹത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. ഉറങ്ങുമ്പോഴല്ലാതെ ഉണർന്നിരിക്കുമ്പോഴൊന്നും ഈ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്കില്ല അച്ഛാ. ഓരോ നിമിഷവും എന്നെ കൊല്ലുന്ന ഭ്രാന്തിലേക്ക് വഴുതി വീഴുകയാണ് ഞാൻ. ചികിത്സിച്ചാലോ ചങ്ങല കിട്ടാലോ മാറാത്ത ആ ഭ്രാന്തിന്റെ അവസാന ദിവസം നാളെ. മാപ്പ്